നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഈ ഒരു ഗെറ്റപ്പ് ഒന്നും കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാനൊരു മേക്കപ്പ് വീഡിയോ ഉണ്ടായിരുന്നു, എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരുങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നെ നേരിട്ട് ഈ വീഡിയോൻ്റെ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിരുന്നതാ, അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മളിങ്ങനെ അധികം വരാറില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഒരു ട്രിക്കാണ്. അപ്പോൾ നമ്മളൊരു ക്രീമാണ് ഇന്ന് കാണാൻ പോണത്. ആ ക്രീമിൻ്റെ പ്രത്യേകത, നമ്മൾ ചിലർ പറയാറില്ലേ നമ്മുടെ ഫേസ് ഭയങ്കര കളറാണ്, കയ്യും കാലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫേസിനേക്കാളും ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നു, അതേപോലെ നമ്മുടെ ബോഡി കളർ കുറവാണ് എന്നൊക്കെ. അപ്പോൾ ചിലർക്ക് തിരിച്ചായിരിക്കും, ബോഡിക്ക് ഭയങ്കര കളറായിരിക്കും, ഫേസ് അധികം. അപ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടർക്കും ഒരേപോലെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റണം. ഫേസിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ ഉപയോഗിക്കാം, ബോഡിയിൽ മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റണ ഒരു ക്രീമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ക്രീം തയ്യാറാക്കണ മാതിരിയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കൈയും കാലൊക്കെ ബ്രൈറ്റനിങ്, ടാൻ റിമൂവിങ്, ബ്രൈറ്റ് ആവാനും, അതേപോലെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് നമുക്കിത് ഒറ്റ തവണ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ കുറേ കൊല്ലം വേണമെങ്കിൽ ഒരു കൊല്ലം വരെയൊക്കെ നമുക്ക് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിത് കുട്ടികൾക്കാണെങ്കിലും, അതായത് നമ്മളിങ്ങനെ നാച്ചുറലായിട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു 5 വയസ്സൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാനും, അവർക്കും അവരുടെ ഈ എന്താ പറയുക എണ്ണ കാര്യങ്ങളൊക്കെ മടിയുള്ള കൂട്ടത്തിലുള്ള കുട്ടികൾക്കും പിന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാട്ടോ നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതിന് 2 കൂട്ടം മാത്രം മതി കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട്. ഇത് സാധാരണ ക്രീം പോലെയല്ല. നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റ്, ഒരു 2 കഷ്ണം, അതായത് 2 പീസ് എന്ന് പറഞ്ഞാൽ 2 ക്യാരറ്റ്, മീഡിയം സൈസ് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വരട്ട് മഞ്ഞളാണ്. അതായത് വരട്ട് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണക്കിയിട്ട് ഉള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു എണ്ണ കാച്ചാനൊക്കെ കൂടുതൽ വരട്ട് മഞ്ഞളാണ് ഉപയോഗിക്കാറ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മേടിച്ചത്. നിങ്ങൾക്കിപ്പോൾ പച്ചമഞ്ഞളാണെങ്കിലും എടുക്കാം. ഞാനിത് വരട്ട് മഞ്ഞൾ 2 ദിവസം കേട്ടോ ഇത് വെള്ളത്തിൽ കുതിർന്ന് കിടന്നത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടി കിടന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഓവർനൈറ്റ് വെച്ചാൽ മതി, പിറ്റേ ദിവസം ചെയ്യാം. ഞാൻ 2 ദിവസം വെച്ചു. നന്നായിട്ട് ഇത് ചതയ്ക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ്, ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാം. പിഴിഞ്ഞിട്ട് അതിൻ്റെ അരച്ച് ജ്യൂസ് എടുക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് അരഞ്ഞ് നല്ല വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ലോണം വെള്ളം കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു വരട്ട് മഞ്ഞൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം വെള്ളത്തിൽ തന്നെ, അതായത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വെള്ളത്തിലിടാൻ. അപ്പോൾ ആ വെള്ളം തന്നെ നമുക്കിത് ചതയ്ക്കാനെടുക്കാം. ചതച്ചിടണം കേട്ടോ, എന്നാലാണ് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുക. ക്യാരറ്റ് അങ്ങനെ തന്നെ ഇടാത്തത്, നമ്മളിത് എണ്ണ ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് പെട്ടെന്ന് കരിയും, അതായത് മുഴുവനോടെ ഗ്രേറ്റ് ചെയ്ത പടി ഇട്ടാലേ. അപ്പോൾ അതാണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസാക്കി എടുത്തത്. എന്നാൽ മരമഞ്ഞളുടെ ആ ഒരു പാകം കുറച്ച് സമയം എടുക്കും, മരമഞ്ഞൾ പാകമായി വരാൻ. അപ്പോൾ അതുകൊണ്ട് അത് അരയ്ക്കേണ്ട കാര്യത്തിൽ ചതച്ചിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ മരമഞ്ഞൾ ഓക്കെ ആവുന്ന, അതായത് ഒരു മൊരിയുന്ന പാകമാണ് ഇതിൻ്റെ ആ ഒരു എണ്ണയുടെ പാകം. അതിനാണ് നമ്മൾ മരമഞ്ഞൾ ചതച്ചിടുന്നത്. ഓക്കെ, നല്ലതാട്ടോ ഇത്. എണ്ണയായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാനും ഇത് ക്രീമായിട്ട്, ഇപ്പോൾ ചില കുട്ടികളൊന്നും എണ്ണ തേക്കാൻ മടിയുണ്ട്. അപ്പോൾ രാത്രി മിറ്റൊക്കെ നമുക്ക് ഉറങ്ങുമ്പോഴേക്ക് ഇവർക്ക് ക്രീമായിട്ട് ഇത് തേച്ച് കൊടുക്കാം. അതൊക്കെ ഭയങ്കര ഇഫക്റ്റീവാണ്. ഞാനിപ്പോൾ ഇതൊരു എന്താ പറയുക വെളുക്കാന്നല്ല ഉദ്ദേശിക്കണേ, നമ്മുടെ സ്കിന്നൊക്കെ കുട്ടികൾക്ക് നന്നായിരിക്കാനും മുതിർന്നവർക്കാണെങ്കിലും ഈ കരിവാളിപ്പൊക്കെ വരില്ലേ, നമ്മൾ ഓൾറെഡി നമുക്ക് കളറൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇനി ശ്രദ്ധിക്കാതിരുന്നിട്ടും ജോലിക്ക് പോകുന്നവർക്കും ആ ഒരു ടെൻഷന് നമ്മൾ അതൊക്കെ മറക്കും, നമുക്ക് നേരം ഉണ്ടാവില്ല. ഇപ്പോൾ പാക്ക് ഇടാനൊക്കെ ആർക്കാ നേരല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതല്ലേ. പിന്നെ ഹോസ്റ്റലിൽ പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് എണ്ണ ഉണ്ടാക്കി കൊണ്ടുപോയി നമുക്ക് തന്നെ ക്രീമാക്കി ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. പിന്നെ എനിക്കും ഇപ്പോൾ നേരില്ലാത്തതിൻ്റെ എന്താ പറയുക എണ്ണ തേച്ച് കുറേ നേരം ഒന്നും പണ്ടത്തെ പോലെ നിൽക്കാൻ പറ്റുന്നില്ല. തേച്ച് ഇത്തിരി നേരം കുളിക്കുകയാണ്. അപ്പോൾ കൈയും കാലിനൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷനാണ്, ഒപ്പം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് നമ്മൾ അരയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ചതയ്ക്കുക. അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ ചതച്ചെടുക്കുക. വല്ലാണ്ട് ഇങ്ങനെ പേസ്റ്റ് മാതിരി ആവണ്ട, ജസ്റ്റ് അതൊക്കെ ഒന്ന് ചതയ്ക്കുക. അപ്പോൾ 2 ദിവസം കിടന്നുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇത് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട്, ഇങ്ങനത്തെ കല്ലൊന്നും ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ അടിയിടിക്കില്ലേ, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കില്ലേ, അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാം. കസ്തൂരി മഞ്ഞൾ എടുക്കാം, പക്ഷെ കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു വരട്ട് മഞ്ഞൾ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. വരട്ട് മഞ്ഞൾ ഒരു 50 ഗ്രാം വരട്ട് മഞ്ഞൾ മേടിക്കുക കേട്ടോ, 2 ക്യാരറ്റും. ഓക്കെ, അതിൻ്റെ അളവ് അങ്ങനെയാണ്. അത് നമ്മൾ വേണ്ടത് ഇനി എണ്ണ കാച്ചാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് പഴയ ഒരു പാൻ എടുത്തിരിക്കുന്നത് എണ്ണ കാച്ചാനല്ലേ. അതിലേക്ക് ഞാൻ എടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്, അതായത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സാധാരണ വെളിച്ചെണ്ണ എടുക്കാം. ഇത് വന്നിട്ട് 200 ml ആൽമണ്ട് ഓയിൽ ആയിരുന്നു ഇതിൽ
ഇതിലിപ്പോൾ 100 ml ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ 100 ml വെളിച്ചെണ്ണ ആൽമണ്ട് ഓയിലേക്കാണ് ഞാൻ ഈ ഒരു എണ്ണ കാച്ചാൻ പോണത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആൽമണ്ട് ഓയിൽ എടുക്കണമെങ്കിൽ എടുക്കാം. ഇതാ കണ്ടോ, 200 ml ബോട്ടിലാണ് ഞാനിതിൽ 100, അതായത് പകുതി ഉണ്ടായിരുന്നുള്ളൂ 100 ml. ഓക്കെ, 100 ml വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച നമ്മുടെ മഞ്ഞളുടെ ആ ഒരു വെള്ളം അടക്കം, മഞ്ഞൾ ചെറുതായിട്ട് ആ വെള്ളം കൂടി ഉണ്ടായിരുന്നു, അതടക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വരട്ട് മഞ്ഞൾ. നെക്സ്റ്റ് നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, അതും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ക്യാരറ്റ് വെള്ളമാണ്, നല്ല വെള്ളമായിട്ട് തന്നെ ഇരിക്കണേ, കാരണം ക്യാരറ്റ് നമ്മളിത് എണ്ണ കാച്ചുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടും, അതുകൊണ്ടാണ് നമ്മൾ വെള്ളമാക്കി ഇടുന്നത്. ഭയങ്കര നല്ലതാട്ടോ ക്യാരറ്റ്, നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ, ഉള്ളിലേക്ക് കഴിക്കാനും നല്ലതാണ്, നമുക്കിതുപോലെ എണ്ണയായിട്ട്. ആദ്യം നമുക്ക് ഈ ക്യാരറ്റിലും മഞ്ഞളിലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം തീയൊന്ന് സാധാരണ കൂട്ടിയിട്ടിട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ കിടന്ന് തിളയ്ക്കും, കാരണം പൊട്ടിപ്പോണതാ, വെള്ളമൊക്കെ അങ്ങനെ പൊട്ടിപ്പോവും. പിന്നെ ഇത് പതുക്കേനെ വെള്ളമൊക്കെ പോയി ആ എന്താ പറയുക ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സൊക്കെ അതിൽ പിടിച്ച്, അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞളുടെ കളറൊന്ന് പതുക്കനെ മാറും. ഓക്കെ, വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത സ്റ്റേജ്. അപ്പോൾ ഏകദേശം എന്താ വെള്ളമൊക്കെ വറ്റി പൊട്ടിത്തെറിക്കലൊക്കെ നിന്നിട്ട് ക്യാരറ്റിൻ്റെ കളറ് നമ്മുടെ മഞ്ഞളുടെ കളറ് ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അപ്പോൾ മഞ്ഞൾ നമ്മൾ ഈ ബ്രൗൺ ഷെയ്ഡ് കളറ് നല്ല ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ ഒരെണ്ണം എടുത്തിട്ട് പുറത്ത് വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ക്രിസ്പായിട്ടിരിക്കുന്നത് കാണാം. അതാണ് ഇതിൻ്റെ പാകം. അതായത് മഞ്ഞളുടെ പീസസ് ഇല്ലേ, അത് ഭയങ്കര ക്രിസ്പാവും. ഒരു 5 മിനിറ്റ് പുറത്ത് വെറുതെ തണുക്കാൻ വെച്ചാൽ ക്രിസ്പാവും. അപ്പോൾ അതാണ് എണ്ണയുടെ പാകം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളത് ഒന്ന് ചെരിച്ച് വെക്കുക, അതായത് നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് ഇത് തണുക്കുമ്പോൾ ആ എണ്ണ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ചെരിച്ച് വെച്ചാൽ എല്ലാ എണ്ണയും നമുക്കിങ്ങനെ ആ ഒരു പാത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കിലേക്ക് ഇങ്ങനെ ഒഴുകി വന്ന് നിൽക്കുന്നത്. അതുമാതിരി ഞാൻ കുറച്ച് നേരം ഒന്ന് ചെരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തണുക്കുകയും ചെയ്യും അങ്ങനെ വെക്കുമ്പോഴേ. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞളുടെ പാകം കേട്ടോ. കരിയാൻ പാടില്ല കേട്ടോ, ഒരു നല്ല ബ്രൗൺ കളറാവും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ എണ്ണ ചൂടാറുമ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇത് മഞ്ഞ പാത്രത്തിലിരിക്കുന്നതുകൊണ്ട് കളർ അറിയുന്നില്ല എന്നുള്ളൂ കേട്ടോ. ക്യാരറ്റും അതുപോലെ തന്നെ മഞ്ഞളും കൂടി ചേർന്നാൽ നല്ലൊരു എന്താ പറയുക ഓറഞ്ച് കളറാവും ഈ എണ്ണ. ഡാർക്ക് മഞ്ഞല്ല, ഒരു ഓറഞ്ച് പോലെ. അപ്പോൾ ഞാൻ ഇതേ ഒരു പഴയ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ, കാരണം 100 ml അല്ലേ. അപ്പോൾ ഈ അളവ് തന്നെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം. 50 മഞ്ഞൾ എന്നുള്ളത്, അതായത് 50 ഗ്രാം മഞ്ഞൾ എന്നുള്ളത് 100 ഗ്രാം എടുക്കാം. 100 ml വെളിച്ചെണ്ണ എന്നുള്ള 200 ml എടുക്കാം. 2 ക്യാരറ്റ് എന്നുള്ള 4 ക്യാരറ്റ് എടുക്കാം, നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു സ്പൂൺ ഉണ്ടാവും, ഒരു സ്പൂൺ വെളിച്ചെണ്ണ. കാരണം അത് കൂടുതൽ വെളിച്ചെണ്ണ ആയി കഴിഞ്ഞാൽ ഇത് മിക്സ് ആവില്ല. ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു വലിയ സ്പൂൺ അലോവേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടിയും ഒരു 1/4 ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇത് നല്ല ക്രീം പരുവത്തിലേക്കാവും. നമുക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ ക്രീം ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എന്നുള്ളത് 2 സ്പൂൺ വെളിച്ചെണ്ണ ആക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ 2 സ്പൂൺ അലോവേര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അളവ് നമ്മുടെ ക്രീം ഉണ്ടാക്കി വെക്കാം. ഈ വെളിച്ചെണ്ണ നമുക്ക് ഏകദേശം ഒരു കൊല്ലത്തോളം കേടാവാണ്ടിരിക്കും. അപ്പം നമുക്ക് ഈ ക്രീം കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണ 1 സ്പൂൺ എടുക്കുക, 1 സ്പൂൺ അലോവേര എടുക്കുക, മിക്സ് ചെയ്യുക, ക്രീം ആക്കുക. ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ, അതായത് മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് ഫേസിലും ബോഡിയിലും, മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ചിലർക്ക് ഫേസിൽ മാത്രം അലർജി ഉണ്ടാവുള്ളൂ. എനിക്ക് ഫേസിൽ മാത്രം അലർജി ഉള്ളൂ, ബോഡിയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയിലാണ് ഞാൻ കൂടുതൽ തേക്കുക, ഫേസിൽ ഇടാറില്ല. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ മുഖത്തും തേച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം, പുറത്ത് തന്നെ വെക്കാൻ കേടാവില്ല നമ്മുടെ ബോട്ടിലാക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മേല് തേക്കണതൊന്ന് കാണാം, കൈമയും കാലുമൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്രീം എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്കിത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. നമ്മുടെ കുളി കഴിഞ്ഞിട്ട് ആ സമയത്താണല്ലോ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യേണ്ട സമയം. അപ്പോൾ നമുക്കിതൊരു മോയ്സ്ചറൈസിങ് ക്രീം പോലെ ചെയ്യാം. പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെ നമ്മളിതിപ്പോൾ ഞാൻ വളരെ കുറച്ച് റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചധികം വലിയ ബോട്ടിൽ റെഡിയാക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അലോവേര ജെല്ലുണ്ടെങ്കിൽ നമ്മുടെ ക്രീം റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് കെടുക്കുമ്പോൾ നമ്മൾ ബെഡിലൊന്നും ആവില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മൾ അലോവേര ജെല്ലിടുമ്പോൾ അബ്സോർബായിട്ട് നമുക്ക് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യില്ലോ, അതുപോലെ ഫീൽ ചെയ്യില്ല. അതേമാതിരി തന്നെ നമ്മുടെ എന്താ പറയുക മേല് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങനെ നന്നായിട്ട് സ്മൂത്തായിട്ട് അബ്സോർബായി പോവുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മുടെ ആ ഒരു സ്കിൻ നന്നായിട്ട് ടോൺ ആവുകയും അതേപോലെ
നമ്മുടെ സ്കിന്നിലത്തെ ടാനൊക്കെ മാറും. അപ്പോൾ നമുക്ക് ഈ വിവാഹത്തിനൊക്കെ അടുത്തിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ 2-3 മാസം ഉണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ 1 മാസം ഉണ്ട്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കാര്യം ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ചിലവില്ലല്ലോ, നമുക്ക് ജസ്റ്റ് 2 കാര്യം മതി. നമ്മുടെ കയ്യിൽ പിന്നെ എല്ലാവരുടെ കയ്യിൽ അലോവേര ജെല്ലുണ്ട്, ഈസി അല്ലേ. അപ്പോൾ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യുന്നത് കാണാം. ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളമൊക്കെ നമ്മൾ എണ്ണ കാച്ചിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കുറച്ചെടുക്കുക, ഞാൻ കാണിച്ചു തന്നില്ല, അതുമാതിരി അപ്ലൈ ചെയ്യുക. കഴിയുമ്പോൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് എണ്ണയായിട്ട് ഉപയോഗിക്കാം. മിക്കവർക്കും സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പം ക്രീമായിട്ട് എടുക്കുക. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയാന്ന് വെച്ചാൽ ഫുൾ ബോഡി ചെയ്യാം. ചിലർക്ക് ഇങ്ങനെ എന്താ പറയുക, തുടയെടുക്കുക, അങ്ങനെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് അവിടെയൊക്കെ ഭയങ്കര ഡാർക്ക്നെസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കിത് ഈസി ആയിട്ട് നന്നായിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ചെറിയൊരു ബ്രൈറ്റനിങ് തോന്നുമെങ്കിലും ഇത് അബ്സോർബായി പോവും. ഡെയിലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കിന്ന് വിടുന്ന അങ്ങോട്ട് എനിക്ക് അങ്ങനെയാണ് പറ്റുള്ളൂ, കാരണം ഇത് മഞ്ഞളുള്ള കാരണം. ഓക്കെ, നമുക്കിത് പകരം മരമഞ്ഞളുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. ചിലർക്ക് മരമഞ്ഞൾ ഓക്കെ ആവും, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ കണ്ടോ, നമുക്ക് ആ ഒരു നല്ലൊരു ബ്രൈറ്റനിങ് നമ്മുടെ ആ ഒരു കൈക്കും അതുപോലെ നമുക്ക് എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫേസിലാണെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്ന മാതിരി ഇത് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ പല ടൈപ്പിൽ നമുക്കിത് സിറം മാതിരി, അതായത് കുറച്ച് അലോവേര ജെല്ല്, കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്ത് ലൂസ് കൺസിസ്റ്റൻസി ആക്കുകയാണെങ്കിൽ നമുക്കൊരു സിറം മാതിരിയും ഇത് ഉപയോഗിക്കാം കേട്ടോ. ഏകദേശം ഇതിപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ മരമഞ്ഞളുടെ സിറാണ്. ഇത് ഏകദേശം ഇതുമാതിരി ഇരിക്കും. മരമഞ്ഞളും കുങ്കുമപ്പൂവായിട്ടുള്ള സിറം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തു മാത്രം. ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് സിറം മാതിരി ഇടാം. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ. അപ്പോൾ ഇതൊരു ബ്രൈറ്റനിങ് ആണ് മെയിനായിട്ട്, ടാൻ റിമൂവിങ് ബ്രൈറ്റനിങ്. പിന്നെ ഒപ്പം തന്നെ നമുക്ക് ഈ മഞ്ഞളും ക്യാരറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തെയും മേലത്തെയൊക്കെ പാടൊക്കെ കുറയും. അപ്പോൾ അതിങ്ങനെ പതുക്കെ നമ്മൾ ലൈറ്റനായിട്ട് ഫെയ്ഡായിട്ടൊക്കെ വരും. ഡാർക്ക് സ്പോട്ടിനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഫുൾ ബോഡി എവിടെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം അബ്സോർബായി തുടങ്ങി. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറയിൽ കുറച്ചെടുത്ത് അങ്ങനെ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബ്സോർബ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മഞ്ഞൾ അലർജി ഇല്ലാത്ത എല്ലാവർക്കും ബോഡിയിലും ഫേസിലും ഉപയോഗിക്കാം. എനിക്ക് മഞ്ഞൾ ഭയങ്കര എന്താ പറയുക അലർജി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ബോഡിയിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ മഞ്ഞൾ പറ്റുമോ ഇല്ലയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. ഭയങ്കര ഇഫക്റ്റീവാണ്. നമ്മൾ ചെറിയൊരു ഇങ്ങനെ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.